ഡൽഹിയിൽ കുട്ടി കുഴൽക്കിണറിൽ വീണു. 40 അടി താഴ്ചയുള്ള കുഴൽക്കിണറിലാണ് കുട്ടി വീണത്. ഡൽഹി ജലബോർഡിൻ്റെ പ്ലാന്റിന് സമീപത്താണ് ഈ അപകടം നടന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, വളരെ സങ്കടകരമായ ആപൽക്കരമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ, തീർച്ചയായിട്ടുമാണ് എസ് കെ എൻ. ഇത് വികാസ്പുരിക്ക് സമീപമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആസാദ്പൂർ മണ്ഡി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ജൽബോർഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിന് സമീപത്തായിട്ടാണ് ഈ ജലബോർഡിൻ്റെ തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരുന്ന കുഴൽക്കിണർ ഉള്ളത്. ഈ കുഴൽക്കിണറിലാണ് കുഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാത്രി 1 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ NDRF അറിയിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നവർ വിശദീകരിക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുന്ന സ്ഥലം, അവിടെ ഈ കുഴൽക്കിണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ, ഈ അനാസ്ഥയുണ്ട് എന്നതടക്കമുള്ള പരാതികൾ നേരത്തെയും ഉയർന്നിരുന്നതാണ്. എന്നാൽ ആ ഘട്ടങ്ങളിലൊക്കെ ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു ജലബോർഡ് അടക്കമുള്ളത്. ഡൽഹിയെ സംബന്ധിച്ച് ഈ ജലവിതരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികാസ്പുരി മേഖലയിലെ ഒരു കേന്ദ്രമാണ് ഇപ്പോൾ ഈ പറയുന്ന ജൽബോർഡിൻ്റെ പ്ലാന്റിന് സമീപമുള്ള ഇടം. അതായതുകൊണ്ട് തന്നെ ഈ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ഒരു കുട്ടി അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആ കുട്ടി അതിലേക്ക് വീഴുന്ന ഒരവസ്ഥ എത്തിയിരിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ശുഭകരമായിട്ടുള്ള വാർത്ത പ്രതീക്ഷിക്കാം എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ NDRF നൽകുന്നത്. 1 മണിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസ് നൽകാനായിട്ട് സാധിക്കും. കുട്ടിയുടെ രക്ഷിതാക്കളാണ് തങ്ങളെ വിളിച്ച് ഇക്കാര്യങ്ങൾ അറിയിച്ചത് എന്നാണ് ഇപ്പോൾ ഈ NDRF അധികൃതർ വ്യക്തമാക്കുന്നത്. ജലബോർഡ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാവിധത്തിലുള്ള സഹകരണവും തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നും ജലബോർഡ് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണ. കുഞ്ഞിനെ വളരെ വേഗം രക്ഷപ്പെടുത്താൻ കഴിയട്ടെ. കാരണം ഇതൊക്കെ മൂടി വയ്ക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയുമെങ്കിലും പല സ്ഥലത്തും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. കേരളത്തിലും ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടുത്ത നടപടികളും ആശ്വാസ പ്രവർത്തനങ്ങളും ഉണ്ടാകട്ടെ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 38 ഷൈജ വർഗീസ് പറയുന്ന ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. അതുപോലെ ലീല ഗോപിനാഥൻ വേഗം 1 കോടിയിൽ എത്തട്ടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർ ഒന്നിച്ച് നിൽക്കുമ്പോൾ നമുക്ക് 1 കോടിയിലെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എന്തായാലും 50 ലക്ഷം നമ്മൾ കടന്നു എന്നുള്ളത്, 5 കൊല്ലം കൊണ്ട് കടന്നു എന്നുള്ളത് നമുക്ക് അഭിമാന മുഹൂർത്തമാണ്. പ്രേക്ഷകർ നമ്മൾ ഒന്നിച്ചുള്ള നടത്തുന്ന യാത്രയിൽ 50 ലക്ഷം നല്ലൊരു നമ്പറാണ്.